അതെ, നിങ്ങൾ മെൽബണിലുള്ള ബ്ലൂ ലോട്ടസ് വാട്ടർ ഗാർഡനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് ഇവിടെ ബോബർട്ടണിലാണ്. 14 ഏക്കേഴ്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെൽബൺ സിറ്റിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് അവിടെ. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. യാര ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. ഇവിടെ ടിക്കറ്റ്സ് ഓൺലൈനായിട്ടും അല്ലാതെയും ബുക്ക് ചെയ്യാൻ പറ്റും. ലോട്ടസ് ഗാർഡൻ്റെ എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇരുവശത്ത് പൂക്കളും ബനാന ട്രീയും ഒക്കെ നട്ടുപിടിപ്പിച്ച് വളരെ ഭംഗിയുണ്ട് കാണാൻ. അകത്ത് കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അവർ ആർട്ടിഫിഷ്യൽ പോണ്ട് പോലെ സെറ്റ് ചെയ്ത് അതിൽ പല കളറിലുള്ള ലോട്ടസ് പ്ലാന്റ്സ് വളർത്തിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ വേണ്ടിയും കൂടി ഉള്ളതാണ്. അത് നമുക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റും. ഡിസംബർ ടു ഏപ്രിലാണ് ഇവിടുത്തെ പീക്ക് ടൈം. ഞങ്ങൾ പോയത് മാർച്ചിലാണ്, പക്ഷെ അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും സൺസ്ക്രീനും ഹാറ്റും മറ്റും കൊണ്ടുപോകാൻ മറക്കാതിരിക്കുക. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു അകത്ത് കയറിയപ്പോൾ തന്നെ വളരെ ഭംഗിയുള്ള ഒരു ബ്രിഡ്ജും, അതും റെഡ് കളറ്, ഗ്രീനിൻ്റെ ഇടയ്ക്ക് റെഡ് കളർ ബ്രിഡ്ജസ് കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട്. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ട് പോലെ ഞങ്ങൾക്ക് തോന്നി. 14 ഏക്കേഴ്സുള്ള ഈ ഗാർഡൻ 40 പോണ്ട്സ് വെച്ച് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണക്ട് ചെയ്യുന്നത് പല നിറങ്ങളിലുള്ള ബ്രിഡ്ജസും അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നടന്നാണ് നമ്മൾ ഈ ഗാർഡൻ മുഴുവൻ കാണുന്നത്. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടുത്തെ ജയന്റ് ആമസോൺ വാട്ടർ ലില്ലീസും അതിന് വേണ്ടിയുള്ള ഒരു ട്രോപ്പിക്കൽ വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു കവേർഡ് ഏരിയയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഇലകൾ വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും.
ഈ വാട്ടർ ലില്ലീസ് അമേരിക്കൻ നേറ്റീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഇലകൾ 1.2 to 1.8 മീറ്റേഴ്സ് ഡയമീറ്റർ ആണ് അവയ്ക്കുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടി. അതിൻ്റെ ഓരോ കോർണേഴ്സും നല്ല ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ സ്ഥലമായിരുന്നു അത്. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നല്ലൊരു ഫ്രെയിം കിട്ടും അവർക്ക്. ഇവിടെ കുട്ടികളെ ഈ ലില്ലി പാഡ്സിൽ കിടത്തി ഫോട്ടോസ് എടുക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതത്ര സേഫ് ആണെന്ന് അറിയില്ല. എന്നാലും ഈ ലില്ലി പാഡ്സിനെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റെം വളരെ ഷാർപ്പും സ്ട്രോങ്ങുമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. ഇവിടുത്തെ ഓരോ പോണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബ്രിഡ്ജസ് വെച്ചും പിന്നെ വാക്കിംഗ് പാത്സ് ഉണ്ടാക്കിയുമാണ്. പല ഇടങ്ങളിലും റെസ്റ്റിംഗ് പ്ലേസസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഓരോ റെസ്റ്റിംഗ് ഗസീബോസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു എന്താ പറയുക, പിക്ചേഴ്സ് എടുക്കാൻ ഭംഗിയായ ഒരു ഫോട്ടോ ഫ്രെയിം, നല്ലൊരു ഫോട്ടോ ഫ്രെയിം പിക്ചർ ഏരിയ പോലെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പോണ്ടിനെ കാർണിവോറസ് കിങ്ഡം എന്നാണ് പറയുന്നത്. ഇതിൽ നട്ടിരിക്കുന്നത് വാസ്പേറ്റിംഗ് പ്ലാന്റ്സ് ആണ്. ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ ഫോട്ടോഷൂട്ട്സും നടക്കാറുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഈ പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കഫേസ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് വന്നാൽ അവരും എൻജോയ് ചെയ്യും. പ്ലേ ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട്. ഈ ലോട്ടസ് ഗാർഡൻ ഉള്ള ബാബർട്ടൺ എന്ന സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ഡ്രൈവും ഇഷ്ടപ്പെടും. ഇവിടെ വന്നാൽ പല സ്ഥലങ്ങൾ കാണാൻ, ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾ എന്തായാലും ആ ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തു. അവിടുന്ന് കുറേ നല്ല ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടുത്തെ ഗസീബോയിൽ പോയിരുന്നു ചിറ്റ് ചാറ്റ് ചെയ്തു. ഓവറോൾ ഞങ്ങൾ എന്തായാലും ആ ഡേ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഈ മാർച്ചിൽ പോയത് കൊണ്ട് പൊതുവേ ഇത്തിരി പൂക്കൾ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ജനുവരിയിലൊക്കെ പോയാൽ ഇതിലും അധികം പൂക്കൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഈ ഗാർഡൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.